ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാപ്പിയും കുഞ്ഞിയും. അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേൾക്കാമോ? എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഈ പാട്ട് കേൾക്കാട്ടോ. ഇത് കേട്ട് ആണ് ഞാൻ അടുക്കളയിലൊക്കെ നിന്ന് പണിയെടുക്കണത്. നല്ല രസമല്ലേ? അധികം തിരക്കില്ലാത്തതുകൊണ്ട് എൻ്റെ ഡേ ലൈഫ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. എല്ലാവരും ഒന്ന് കണ്ടു കേട്ടോ. കേൾക്കണില്ലേ പാട്ട്? നല്ല രസമാണ് രാവിലെ ഇതിങ്ങനെ കേട്ടിരിക്കുക. ഇന്ന് പിള്ളേർക്ക് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് എടുത്താലോ എന്ന്. രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം കയറുന്നത് കിച്ചണിലേക്കാണ് കേട്ടോ. ഞം അത് മുഖ്യം ബിഗിലേ. ഇന്ന് പിള്ളേർക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കലൊക്കെ ഞാൻ വളരെ പതുക്കെയാണ് കേട്ടോ ചെയ്യണത്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഞാൻ 100 കിടന്ന് ഓടുമായിരിക്കും. രാവിലെ എഴുന്നേറ്റ ഫസ്റ്റില് എല്ലായിടത്തേക്കും ഒന്ന് പുകയ്ക്കും ചന്ദനത്തിരി വെച്ചിട്ട്. ഇവിടെ ഞാൻ അധികവും യൂസ് ചെയ്യാറ് ചന്ദനത്തിരിയാണേ. റൂമിലെ പിള്ളേരൊക്കെ ഉറങ്ങാണ്, അപ്പം അങ്ങോട്ട് കയറാറില്ല. രാവിലെ തന്നെ പത്രം പറന്നൊന്നും നല്ല ചൂട് പത്രം ഇങ്ങനെ പറന്നാണ് വേണ്ടത്. എല്ലാ ദിവസവും ഞാൻ മിറ്റമടിക്കാറില്ല കേട്ടോ. ഇവിടെ അടുത്ത് വലിയ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മിറ്റമടിയൊക്കെ 2-3 ദിവസം കൂടുമ്പോഴേ ഉള്ളൂ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ വിഭവം. കുറച്ച് തക്കാളിയും സവാളയും ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ നല്ല വെളിച്ചെണ്ണയിൽ അങ്ങ് വഴറ്റിയെടുത്തിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചാൽ നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി കേട്ടോ. ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ദോശ ഇടാൻ പോവുകയാണ്. അതെന്താ സൗണ്ട് സിസ്റ്റം പുറകെ വർക്ക് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് ഞാൻ ഇത്ര വൃത്തിയായിട്ട് ദോശ പരത്താൻ പഠിച്ചതെന്ന് അറിയാം? ഈ വീട്ടിൽ വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ 200 ദിവസം ദോശയാണ്. നമ്മുടെ ടൊമാറ്റോ ചട്നി എല്ലാം അരച്ച് റെഡിയാക്കി. പോ, സമയം കുറേട്ടാ ഓതാൻ പോണേണ്. പല്ലിന്റെ കുറവുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയും കൂടെ ചതച്ചുട്ടാ. ഇതിന്റെ പുതിയ മീൻചട്ടിയാണ് കേട്ടാ. ഫസ്റ്റ് ഉദ്ഘാടനമാണ്. കേരക്കറി ഉണ്ടാക്കി. ചട്ടിക്ക് ഇപ്പം നല്ല ഗ്ലാമർ ഉണ്ട്. കുറേ പ്രാവശ്യം മീൻകറി ഉണ്ടാക്കുമ്പോഴത്തേനും കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറേ ചിരട്ടത്തവികളുണ്ട് കേട്ടോ. ചിരട്ടത്തവി എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. കറിയിലിട്ടാലും നമുക്കൊരു സംതൃപ്തിയാണല്ലോ. ഇത് വെച്ച് ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. മറ്റു തവികളെ കറിയിലിടാനൊരു തൃപ്തിയാവില്ല. തിളച്ചു മറിയുന്ന മീൻ കറിയിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നു. മീൻ കഷ്ണം ഇട്ടപ്പോൾ തിളക്കലും മറിയലും നിന്നൂട്ടാ. അപ്പോൾ മീൻകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്തിരി നേരം കൂടെ കറിവേപ്പില ഇട്ടിട്ടൊന്ന് വറ്റിച്ചിട്ട് ഇറക്കി വയ്ക്കാം. എപ്പോഴും മീൻകറിയുടെ ടേസ്റ്റ് നോക്കാൻ ഞാൻ ആദ്യം കൊടുക്കുന്ന ആൾ ഇക്കാക്കായാണ്. ഇക്കാക്കാണെങ്കിൽ കുറേ പുളിയിട്ട് എന്ത് കറി വെച്ചാലും അടിപൊളി സൂപ്പർ എന്ന് പറയും. അപ്പോൾ ഇന്നിപ്പോൾ ഇക്കാക്കയില്ല. അപ്പം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല പുളി ഉണ്ടാകും. അപ്പോൾ ഇക്കാക്കാക്ക് ഇഷ്ടമാകുമായിരിക്കും എന്ന് വിചാരിക്കണം. ഈ പെടയ്ക്കണ കരിമീൻ ചേട്ടനെ പിടിച്ച് ഞങ്ങൾ നന്നാക്കി പാത്രത്തിലാക്കിട്ടോ. കത്തിക്കേ മൂർച്ച പോരാ, മൂർച്ചയാക്കണം. കരിമീനിലിട്ടങ്ങടെ കേറണില്ല. കരിമീൻ വറുത്തതിന്റെ കുടംപുളി ഇട്ട് വെച്ച നല്ല മീൻ കറിയുണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കറിവേപ്പില, കുറച്ച് വെള്ളം, കുറച്ച് വെളിച്ചെണ്ണ. ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ടാലാണ് എനിക്കൊരു മനസ്സിനൊരു സമാധാനം ഉള്ളൂ കേട്ടോ.
പുറത്ത് നല്ല മഴയാണ്. പണ്ടൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഈ മഴ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്നാൽ ഇപ്പം ആ 2018 കേരളത്തിന് മുക്കാ ഭാഗത്തോളം മുങ്ങിയല്ലോ. ആ കൂട്ടത്തിൽ വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയൊരു കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് തോരാത്ത മഴയും ഉച്ചയ്ക്ക് പോലും നല്ല ഇരുട്ടും അതേപോലെ വെള്ളം കയറി വരുന്നത് നോക്കിയിരുന്ന ഭീതിയോടുകൂടി നോക്കിയിരുന്ന എനിക്ക് പിന്നീടുള്ള ജീവിതത്തിൽ മഴ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് നല്ല കേരക്കറിയും ചോറും ഇത്ത് വാഴയ്ക്കാൻ മെഴുക്കുരട്ടി. കുറെ ദിവസമായിട്ട് ഡയറ്റിലായിരുന്നു. ഈ മീൻകറി കണ്ടിട്ട് കൊത്തിയിട്ടും പറഞ്ഞു. ഒരു ദിവസം എനിക്ക് 3 പ്രാവശ്യമെങ്കിലും ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ടാവും കേട്ടോ. എനിക്ക് ഇത്ര ഇഷ്ടമില്ലാത്തൊരു പണി വേറെ ഇല്ല. എന്താണ് പരിപാടി പറ. ഈ ബോക്സില് എന്റെ മാല വളയിടുന്നു, ചെയിനും ഇടുന്നു. ആരും കണ്ട് തെറ്റിദ്ധരിക്കേണ്ട, എല്ലാം റോൾഡ് ഗോൾഡിന്റെ ഐറ്റംസ് ആണ്. എന്റെ മോതിരം പാപ്പുവിന്റെ വാർഡ്രോബാണ് കേട്ടോ ഇത്. എത്ര ക്ലീൻ ചെയ്ത് മടക്കിയൊക്കെ റെഡിയാക്കി വെച്ചാലും ഡ്രസ്സ് എല്ലാം 2 ആഴ്ച കൊണ്ട് കുഴച്ചു മറിക്കാന്നുള്ളത് അവന്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. മോനെ മോന്റെ കബോർഡ് ഒന്ന് തുറന്നു നോക്കി. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? ആ കുഴച്ച് മറച്ചിട്ട പോലെയാണ് ഇരിക്കണേ. അല്ല അല്ല, ഇത് എത്ര ദിവസം ഇങ്ങനെ ഉണ്ടാവും? ഒരു 19 ദിവസം. 19 ദിവസം. ഒരാഴ്ച കൊണ്ട് ഇവിടെ മൊത്തം വൃത്തിയാക്കിയാൽ നല്ല അടി എന്റെ കിട്ടും കേട്ടോ. കേട്ടാ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അടുക്കി വെച്ചേക്കണത് പോലെ തന്നെ ഇരിക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന കാര്യമാണ് കേട്ടോ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്. ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം എൻ്റെ ലൈഫിൽ വേറെ ഇല്ല. കുറേ നേരം ഇരുന്ന് കെട്ടി അതെല്ലാം റെഡി ആയിട്ടാ ബാൽക്കണിയിൽ തൂക്കി. ബാൽക്കണി മേക്ക് ഓവർ ചെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെ കൊളുത്തൊക്കെ പിടിപ്പിച്ചെങ്കിലും അപ്പം തൂക്കാനൊന്നും ഉണ്ടായില്ല. അപ്പം എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇങ്ങനെ കെട്ടി കെട്ടി റെഡിയാക്കണമെന്ന്. മഴയത്ത് കയറി വന്ന പൂച്ചക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവരൊക്കെ. ഭയങ്കര കുഞ്ഞു പൂച്ചക്കുഞ്ഞുങ്ങളാണ്. ഞാൻ കണ്ടു കഴിഞ്ഞപ്പം ഇങ്ങനെ ഇറങ്ങി നോക്കി, ഇവരുടെ സൗണ്ട് കേട്ട് നോക്കിയതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ പൂച്ചക്കുഞ്ഞുങ്ങളെല്ലാം താഴെയുണ്ട്. അതിൻ്റെ മേളിലായിട്ട് ഒരു അമ്മപ്പൂച്ച ഇരിപ്പുണ്ട് കേട്ടോ. എന്നെ കണ്ടപ്പോൾ തന്നെ അമ്മപ്പൂച്ച ആക്രമിക്കാനായിട്ട് ചാടി ഇറങ്ങി വന്നു. ഞാൻ വേഗം ക്യാമറയായിട്ട് രക്ഷപ്പെട്ടെ. അതേപോലെ എൻ്റെ രണ്ടാമത്തെ ഹാപ്പിനെസ് ആണ് കേട്ടോ ഈ ചെടി നടലും അതിനെ പരിപാലിക്കലും ഒക്കെ. എനിക്ക് സ്വന്തം തന്നെ ചെടി നടന്നാണ് ഇഷ്ടം. അങ്ങനെ നമ്മുടെ ചെമ്പരത്തി നട്ടുകൊണ്ടിരിക്കുന്ന വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചെടി എടുത്ത് പൊക്കി വെച്ചതോടുകൂടി കാക്കാടെ ഇന്നത്തെ പണി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ നട്ട ചെടിയിൽ ആദ്യമായിട്ട് പൂവുണ്ടായി. ചെടി നല്ല വെയിലൊക്കെ കൊളിച്ചപ്പോഴാട്ടോ പൂവുണ്ടായത്. ഭയങ്കര സന്തോഷം. നിറയെ പൂവുണ്ടായിട്ടുണ്ട്. ചെറിയ പഴമുരിയാണ് കേട്ടാ പിള്ളേർക്ക് കഴിക്കാൻ പാകത്തിന്. നല്ല കേര മുളകിട്ടത് ടേസ്റ്റ് ഉണ്ടാ? നല്ല പുളിയൊക്കെ പിടിച്ചിട്ട് രാവിലെ ഉണ്ടാക്കിയ മീൻകറി. അപ്പൊ വൈകുന്നേരം സന്ധ്യ രാത്രി അപ്പൊ നല്ല പുളിയുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമാണല്ലേ. നല്ല എരിവും. അപ്പോൾ ഞങ്ങളുടെ പാപ്പുക്കുട്ടനും കുഞ്ഞാക്കും വേണ്ടി ഡബിൾ ഡെക്കറിന്റെ കട്ടിൽ വന്നിട്ടുണ്ടല്ലേ കാക്ക? കാക്ക മേളിലുണ്ട് കേട്ടോ. താഴെ ഇടാൻ ബെഡ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഓൾറെഡി ബെഡ് ഉണ്ടായിരുന്നു. ഇനി മേളിലോട്ടുള്ള ബെഡ് മേടിക്കണം. കൊണ്ടുവന്ന് ഞാൻ പിള്ളേർക്ക് കിടക്കാൻ കൊതി മൂത്തപ്പോൾ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കുകയാണ് തൽക്കാലത്തേന് കാക്ക. പിന്നെ ഇത് പോളിഷ് ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ മഴക്കാലം ആയതുകൊണ്ട് പോളിഷ് ചെയ്താൽ നല്ല വെയിൽ കാണുമ്പോൾ പോളിഷ് ചെയ്താൽ സെറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം വെയിൽ കാണുമ്പം പോളിഷ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ കട്ടിൽ പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നു. അതെന്ത് പാട്ട്? ആ അടിപൊളിയാണ്. അപ്പൊ രണ്ടുപേരും കൂടെ താഴെ കിടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ താഴെ കിടക്കാം അല്ലേ? മേളിൽ കിടക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ മേളിൽ കിടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് താഴെ കിടക്കാം. കൂട്ടിനുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ മുത്തുപോലെൻ പൊന്മകളേ.
ഇപ്പൊ കട്ടില് ബാക്കിയായേക്കാണ്. അപ്പൊ പിന്നെ ഒരു കട്ടില് മേടിച്ചാൽ മതിയായിരുന്നല്ലോ അല്ലേ? ഇഷ്ടായല്ലേ വീളിൽ കിടന്നപ്പോ? ആ, എല്ലാ ദിവസവും ഇഷ്ടം വേണോട്ടാ. ആ, എല്ലാവർക്കും ഉണ്ടായിട്ട് ഈ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. നമുക്കൊരു റീച്ച് കിട്ടും, അത് നമ്മളെ ഭാഗ്യം. ആ, പിന്നെ ലൈക്ക്, സബ്സ്ക്രൈബ് ബൈ ബൈ പറ. ഗുഡ് ഗുഡ് നൈറ്റ് പറ. ഉറങ്ങാൻ പോണാ? ഉറങ്ങാൻ വേണ്ടി നമ്മൾ പോകുകയാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. The next day. എന്റെ മാമായൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്താ എന്നാ കേറിക്കോ. ഞങ്ങള് എന്നും കാണാറുണ്ട്. ആ, കേറ്. 2 3 വേണ്ടാട്ടാ. പാപ്പി കുഞ്ഞ മാറിക്കേ. എങ്ങനെയുണ്ട്? സുഖമുണ്ടാ? ലൈറ്റ് എടുത്തിരിക്കുന്നുണ്ട്. എല്ലാവരും നമ്പർ 4 ആയിരുന്നു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? സൂപ്പർ. ഇത് നമുക്ക് ഇവിടെ കളിക്കാം. നിങ്ങള് പൊക്കത്ത് നിന്നാണ് കളിക്കുള്ളൂ. തന്ന താട്ടും പുറത്തേക്ക് കേട്ടിട്ട്